അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങൾ എന്താണ്, ചില ആളുകൾ, ചില ഭടന്മാർ, അവരുടെ പോരാളികളായ ചില സേനാ വിഭാഗങ്ങളിലുള്ളവരെ നഷ്ടപ്പെടുന്നു. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പെട്ട ഒരു പൈലറ്റിനെ രക്ഷിക്കാനായി എടുത്ത ചരിത്രപരമായ ദൗത്യങ്ങൾ. അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയാണ് സാർ പറഞ്ഞതുപോലെ യുദ്ധത്തിന് ഇറങ്ങിയതെങ്കിൽ വലിയ നഷ്ടമുണ്ടായിരിക്കുന്ന അമേരിക്കയാണ്. ട്രംപിന്റെ ജനപ്രീതി വല്ലാതെ ഇടിഞ്ഞുവെന്ന് പല സർവേകളും വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. വലിയ തോതിലുള്ള പണച്ചെലവും അമേരിക്കയ്ക്ക് ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം $1 ബില്യൺ. ഇപ്പൊ 40 ദിവസത്തെ യുദ്ധം നടത്തി. ചിലർ പറയുന്നത് $2 ബില്യൺ ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് $1 ബില്യൺ വെച്ചാൽ പോലും $40 ബില്യൺ ഇതിനകം യുദ്ധത്തിന് ചെലവാക്കപ്പെട്ട് കഴിഞ്ഞു. വളരെയധികം വിലയുള്ള വിമാനങ്ങൾ, അതായത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിയറ്റ്നാം വാറിന് ശേഷം ഒറ്റ ദിവസം തന്നെ 1-ൽ കൂടുതൽ വിമാനം അമേരിക്കൻ സേനയ്ക്ക് നഷ്ടപ്പെടുന്ന ദിവസമായി ഈ കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ മാറിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വളരെ വലിയ നഷ്ടം, 13ഓളം പട്ടാളക്കാര് കൊല്ലപ്പെടുന്നു, ഇത്രയധികം വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയ നഷ്ടം, സാമ്പത്തിക നഷ്ടം, രാഷ്ട്രീയ നഷ്ടം, ജനപ്രീതിയിലുള്ള ഇടിവ്, ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ പറയുന്നുണ്ട്, നമുക്ക് മിഡ് ടേം ഇലക്ഷൻ വരികയാണ്, നവംബർ മാസം മിഡ് ടേം ഇലക്ഷൻ വരുന്നു. മിഡ് ടേം ഇലക്ഷൻ വരുമ്പോൾ 1/3 സെനറ്റർമാരും 1/3 ഗവർണർമാരും തെരഞ്ഞെടുപ്പിന് നേരിടണം. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, അമേരിക്കയിലെ പാർലമെന്റിന്റെ അധോസഭയായിട്ടുള്ള ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന് നേരിടണം. ഈ 2 സഭകളിലും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട്. എന്നാൽ ഈ നിലപാട് ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ, അതായത് ഞാനൊരു യുദ്ധങ്ങളിലും പോവില്ല, ഞാൻ വിലക്കയറ്റം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നയാള് വിലക്കയറ്റം സൃഷ്ടിച്ചു, യുദ്ധങ്ങൾക്ക് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ പിന്തുണച്ച ആളുകൾക്ക് വളരെയധികം ശത്രുത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മിഡ് ടേം ഇലക്ഷനിൽ ഈ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ രഞ്ജിത്തിന് അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം 2 തവണയാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് മത്സരിക്കാൻ കഴിയുക, 2 തവണ പ്രസിഡന്റ് ആക്കാൻ കഴിയുക. 2ാമത്തെ തവണ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്ന് പറയുന്നത്, 2ാമത്തെ തവണ പ്രസിഡന്റ് ആവുന്നയാള് ഈ മിഡ് ടേം ഇലക്ഷനിൽ അയാളുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം പാർലമെന്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രസിഡന്റിനെ പിന്നെ ലെയിം ഡക്ക് പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് മുടന്തൻ താറാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചനയുടെ അർത്ഥം അദ്ദേഹത്തിന് വലുതായിട്ട് പിന്നൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ഈ പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ട ഒരു പ്രസിഡന്റായി മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ലെയിം ഡക്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ അമേരിക്കൻ രാഷ്ട്രീയം ട്രംപിന്റെ 2ാമത്തെ ഭാഗം, അതായത് ആദ്യത്തെ 2 വർഷം കഴിഞ്ഞുള്ള ബാക്കിയുള്ള 2 വർഷം അങ്ങനെ പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് കൊണ്ടാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാടിൽ നിന്ന് മാറണം. അപ്പൊ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ പ്രപ്പോസലുകൾ വന്നപ്പോൾ അതായത് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ, പാകിസ്ഥാന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാകിസ്ഥാൻ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടതല്ല. ഇതിന്റെ പിന്നിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്. ചൈനയുടെ അതിശക്തമായ പിന്തുണയോട് കൂടിയിട്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് പോലും ചൈനയുടെ ഈ മധ്യസ്ഥത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഇറക്കിയതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് കളിക്കുന്നത് ചൈനയും റഷ്യയുമാണ് എന്നുകൂടി മനസ്സിലാക്കണം. ചൈനയുടെ ശക്തമായ പിന്തുണയോട് കൂടിയിട്ടാണ് പാകിസ്ഥാൻ വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു സമാധാന ചർച്ചയിലേക്കും സമവായ ചർച്ചയിലേക്കും പോയത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മാസം അവസാനം അല്ലെങ്കിൽ മെയ് മാസം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലേക്ക് സന്ദർശനം നടത്താൻ പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈനയെ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന സ്ഥലമാണ് ഇറാൻ. അതുപോലെ തന്നെ റഷ്യനെ പിന്തുണയ്ക്കുന്നുണ്ട്, ചൈന പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. യുദ്ധം നടന്നപ്പോ ഈ ഖത്തറിലെ റാസ് ലഫാൻ എന്ന് പറയുന്ന ഈ ഗ്യാസ് കേന്ദ്രത്തിനെതിരെ ഈ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഏറ്റവും നാശനഷ്ടം ഉണ്ടായത് എവിടെയാണെന്നറിയാമോ? എക്സോൺ മൊബൈൽ, അമേരിക്കൻ എണ്ണ കമ്പനിയുടെ 2 പ്രധാനപ്പെട്ട പൈപ്പ് ലൈനുകളെയാണ് തകർത്തത്. എങ്ങനെയാ തകർത്തതെന്നറിയാമോ? റഷ്യയും ചൈനയും കൊടുത്ത കൃത്യമായ മിലിറ്ററി ഇന്റലിജൻസിന്റെ വിവരം അനുസരിച്ചാണ് അവിടെ വളരെ കൃത്യമായി ആക്രമണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമെ കാണുന്നില്ല, റഷ്യയും ചൈനയുടെയും സാന്നിധ്യം നമ്മൾ പുറമെ കാണുന്നില്ലെങ്കിലും ആയുധം കൊടുക്കുന്നുണ്ട്, സാമ്പത്തികം കൊടുക്കുന്നുണ്ട്, രാഷ്ട്രീയമായ പിന്തുണ കൊടുക്കുന്നുണ്ട്, ഈ മിലിറ്ററി ഇന്റലിജൻസ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഇറാൻ ഈ പറഞ്ഞ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടത്തി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ എല്ലാ അമേരിക്കൻ കേന്ദ്രങ്ങൾ, എല്ലാ സൈനിക കേന്ദ്രങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവ വികാസങ്ങൾ ഇങ്ങനെ പോയാൽ പാടില്ല. അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് പിന്മാറണം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ വിജയിച്ചു എന്ന് ട്രംപ് നിരന്തരം പറയുന്നുണ്ട്. എവിടാ വിജയിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫെബ്രുവരി മാസം 28-ന് മുമ്പ് തുറന്നു കിടന്നിരുന്നതാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ആ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു ഫീസുമില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാമായിരുന്നു.
അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പൊ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ഫീസ് പിരിക്കാനുള്ള അനുവാദം തരണം. ഒരു പരിധിവരെ ഈ ഒരു 50% അനുകൂലമാണ് ട്രംപിന് ആ ഒരു നിർദ്ദേശത്തോട്. എന്ന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി മാസം 26 ഒമാന്റെ വിദേശകാര്യമന്ത്രി പിന്നെന്താണ് ചർച്ച നടത്തിയല്ലോ, അമേരിക്കയുടെയും ഇറാന്റെയും പ്രതികളുമായിട്ട് ചർച്ച നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇറാൻ 2-3 കാര്യങ്ങൾ അംഗീകരിച്ചു. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഇടയ്ക്ക് ഫ്രീസ് ആവുന്നതാണ്, പറഞ്ഞോളൂ. ഇറാന്റെ പിന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാര് ഞങ്ങളുടെ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ഞങ്ങൾ പ്രവേശിക്കും, ഞങ്ങൾ അതിന് ആണവായുധം ഉണ്ടാക്കുന്നതിനുള്ള സ്റ്റോക്ക് ഫയൽ ഞങ്ങൾ ശേഖരിക്കില്ല. ഈ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇറാൻ പിന്നെ ഒമാന്റെ വിദേശകാര്യ മന്ത്രിയുടെ മുമ്പിൽ വെച്ചു. അങ്ങനെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഈ നിർദ്ദേശങ്ങൾ വെച്ചതിനേക്കാൾ എത്രയോ മനോഹരമായ നിർദ്ദേശമാണെന്ന് പറയാൻ ഈ ഒമാൻ വിദേശകാര്യ മന്ത്രിയുടെ മുമ്പിൽ ഈ ഇറാൻ വെച്ചത്. എന്നിട്ട് അതൊന്നും പോരാതെ അതായത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിന്റെ നിർബന്ധപ്രകാരം അമേരിക്ക ആക്രമണത്തിനിറങ്ങിയത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാനാണ്. ഈ ഇറാൻ ആണവ കരാറും ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും അല്ലെങ്കിൽ ആക്സിസ് അവരുടെ ഈ ഹമാസ്, ഹൂദീസ്, ഹെസ്ബുള്ള എന്ന് പറയുന്ന ആളുകളുടെ സഹായിക്കലൊക്കെ ഒരു പുകമറയാ. എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഷിയാകളുണ്ട്, സുന്നികളുണ്ട്, പിന്നെ എന്താണ് കുർദുകളുണ്ട്, ബലൂച്ചികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 3-4, അതായത് ഏറ്റവും കൂടുതൽ 90% ഷിയാകളാണെങ്കിലും ബാക്കിയുള്ള വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം ആയുധം അണിയിച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏതെങ്കിലും 4 കഷ്ണങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഇസ്രായേലിന് ഒരു കാരണവശാലും ഇനിയൊരു കാലത്തും ഇറാൻ ഒരു വെല്ലുവിളിയാകരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേല് അമേരിക്കയെ കൂടി യുദ്ധത്തിൽ ഇറക്കിയത്. ആ ലക്ഷ്യം അവർക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, നേരത്തെ നമുക്കറിയാം ഈ അലി ഖമനൈ എന്ന് പറയുന്നയാള്, അവിടെ 2 വിഭാഗങ്ങളുണ്ട് ഇറാൻ ഭരണത്തിൽ. ഒന്നെന്ന് പറയുന്ന IRGCയുടെ വിഭാഗത്തിലുള്ള തീവ്രവാദ നിലപാടുകളുടെ ഭാഗം, മറ്റൊന്ന് ഈ പെസഷ്ക്യാൻ എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ മയമുള്ള നിലപാട് സ്വീകരിക്കുന്ന ഈ 2 നിലപാടുകളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോയിരുന്ന വ്യക്തിയാണ് വാസ്തവത്തിൽ അലി ഖമനൈ. അദ്ദേഹത്തെ വധിച്ചോട് കൂടിയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ കുറച്ചുകൂടെ തീവ്രവാദ IRGCയോടൊപ്പം നിൽക്കുന്ന തീവ്രവാദ നിലപാടുകാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണോ ആക്രമണത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ചത് അത് നടന്നില്ലെന്ന് മാത്രമല്ല, അതിനെല്ലാം വിരുദ്ധമായി ഇറാൻ കൂടുതൽ ശക്തിപ്പെടുന്ന ഇൻ ദ സെൻസ് അവരുടെ തീവ്രവാദപരമായ നിലപാടുകൾ, അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തരമായ വിഭജനങ്ങൾ കുറച്ചുകൂടി ഒഴിവാകുന്നു, കുറച്ചുകൂടെ ഭരണത്തോടൊപ്പം നിൽക്കാൻ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള തരത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ അപകടകാരിയായിട്ടുള്ള രാജ്യമായി ഈ മേഖലയിൽ മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചർച്ചയിൽ വാസ്തവത്തിൽ ഇസ്രായേൽ കൂടി പങ്കെടുക്കേണ്ടതല്ലേ. ഇസ്രായേൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ ആ ചർച്ച പൂർണ്ണമാവില്ല വാസ്തവത്തിൽ. പക്ഷേ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലാണ് ചർച്ച നടക്കുന്നത്. അതിനോട് ഇസ്രായേലിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും ഈ ഒരു കരാർ ഉണ്ടാക്കിയാൽ പോലും അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന കാര്യം സംശയമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ലെബനനിൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ച ചെയ്തുള്ളൂ, ബെയ്റൂട്ടിൽ ആക്രമണം നടത്തില്ല, പക്ഷേ തെക്കൻ ലെബനനിൽ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോസഫ് ആന്റണിയാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വിശകലനം നടത്തിയത്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. ഇതിനിടയിൽ അജയ്, ഈ യുദ്ധത്തിൽ എന്നതുപോലെ ചർച്ചകളിലും അമേരിക്ക കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നാണ് ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്നത്. അത് വ്യക്തമാവുകയാണ്. യുക്തിസഹമായ ഒരു കരാറിന് അമേരിക്ക സമ്മതിക്കുന്നത് വരെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഇറാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനും അമേരിക്കയും പല വിഷയങ്ങളിലും ധാരണയിലെത്തിയിട്ടുണ്ടെന്നും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു വെക്കുന്നത്. 40 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഈ ചർച്ചകൾ നടന്നതെന്ന് നമുക്കറിയാം. ഒരു കൂടിക്കാഴ്ച കൊണ്ട് തന്നെ കരാറിലെത്താമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. അതായത് US വിട്ടുവീഴ്ച ചെയ്യണം നിലപാടുകളിൽ എന്നാണ്. വിട്ടുവീഴ്ച ഒട്ടും ചെയ്യാത്ത പശ്ചാത്തലമാണ് ഈ ചർച്ചകളെ മുടന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടതോ ട്രംപിന്റെ നീക്കമാണ് കാത്തിരിക്കേണ്ടത്. അങ്ങനെ ഈ ഏകപക്ഷീയമായ ഒരു ചർച്ചയായി ഇറാൻ ഇതിനെ കാണുന്നത് വളരെ പ്രധാനമാണല്ലോ അജയ്. രഞ്ജിത്ത്, നമ്മൾ ഈ ചർച്ചകൾ ഇസ്ലാമാബാദിൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇറാന്റെയും ഈ ചർച്ചകൾക്ക് മുന്നോടിയായി അവർ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോൾ അതിൽ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളായ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. അതിലെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.